ഹലോ ഗായ്സ്, വെറുതെ ഇരുന്നപ്പോൾ വാപ്പി പറഞ്ഞു നമുക്ക് ബെഡാബസാർ വരെയൊന്ന് പോയിട്ട് വരാമെന്ന്. ഫറാന് ബാറ്റും ബോളും മേടിക്കാൻ. പിന്നെ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, നടക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ മരയുണ്ടായിരുന്നു ഗായ്സ്. മരയത്ത് പോകുന്നത് നല്ല രസമായിരുന്നു. എന്താണോ എന്തോ പോകുന്ന വഴിക്ക് വലിയ തിരക്കൊന്നും കണ്ടില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ മരയത്തെല്ലാം ബെഡാബസാറിൽ ചെന്ന് കയറി ഫർഹാന അവൻ്റെ ഡ്യൂട്ടി അങ്ങ് ചെയ്തു. ചെന്ന് കയറിയപ്പോഴേ അവനൊരു ബാറ്റ് എടുത്ത് കൈ പിടിച്ച് എനിക്കിത് മതി എന്നും പറഞ്ഞു. അപ്പോൾ വാപ്പി അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ ഒരു സ്റ്റെമ്പൊക്കെ ഉള്ള ഒരു ബാറ്റുണ്ട്, അതെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫർഹാൻ അത് വേണ്ട. ആ ടൈമിൽ ഉമ്മയുടെ വീഡിയോ എടുപ്പ് തുടങ്ങി. ഗായ്സ് നോക്കിയേ, ബാക്ക് ടു സ്കൂൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അതാ നോക്കിയേ, ഫർഹാൻ ബാറ്റിങ്ങും തുടങ്ങി. വല്ലോ അറിയാവോ എന്തോ. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എനിക്ക് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിലേക്ക് കണ്ണു പോകുന്നത്. എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വെച്ച് വാപ്പ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പം ഉമ്മ വരും. അപ്പോൾ പറയും വേണ്ട, ഒന്നും പേടിക്കണ്ട. സമ്മതിക്കത്തില്ല ഗൈസ്, വെറുതെ വേസ്റ്റാന്ന് വെച്ചിട്ട്. നല്ല രസമുണ്ടില്ലേ ഇതെല്ലാം കാണാൻ, അടുക്കി വെച്ചിട്ടൊക്കെ. പിന്നെ നമുക്കൊരു ഷൂ പോളിഷർ വേണമായിരുന്നു, അത് വാങ്ങി. പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വേണമായിരുന്നു. പിന്നെ ഫർഹാന് ബാറ്റിന് ബോൾ വാങ്ങി. എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പം മൈലാഞ്ചി ഇരിക്കുന്നു, അതും ഈ ഇടാൻ പറ്റത്തില്ല, അതിൻ്റെ 2 എടുത്തു. അപ്പതാ എൻ്റെ കണ്ണിലിതാ ഈ സാധനം ഉടക്കി ഗൈസ്. ഒന്നും നോക്കിയില്ല, ഒന്നേച്ചോക്കി, ഒട്ടും കളിച്ചില്ല. ഫറഹു പിന്നെ ഹാപ്പി, അവന് ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം കിട്ടിയല്ലോ. ഞങ്ങൾ പോയ ടൈമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് കടയടിക്കാൻ പോകുന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഷോപ്പൊക്കെ അടപ്പിച്ച് ഞങ്ങളല്ലേ ലാസ്റ്റ് പാർട്ടി. അത് ഇനി ഒരു ഷവർമ കഴിക്കാനും പറഞ്ഞ് വാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഏതോ കട, ഇതാണ് ഗൈസ് ഷവർമ മേക്കർ. കാര്യം ഉണ്ടായിരുന്നില്ല ഗൈസ്, അവിടെ ഷവർമ കഴിഞ്ഞിരുന്നു. ഇത് ഞങ്ങൾ 3ാമത്തെ വെട്ടമാണ് ഗൈസ് കിട്ടാതെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ മസാല ദോശയിൽ ഒതുക്കി. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.